ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിക്കാഹി എന്ന് പറയുന്ന ധാർമ്മിക മൂല്യമുള്ള പവിത്രമാക്കപ്പെട്ട നിക്കാഹിനെ കമ്പോളവൽക്കരിക്കുന്ന തലത്തിലേക്ക് സ്ത്രീധനമെന്ന മഹാവിപത്ത് ഈ സമൂഹം പേറിയില്ലേ? ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കുന്നതിനോടൊപ്പം വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നേടിയ അധഭൗതിക വിദ്യാഭ്യാസം നേടിയതാകുന്ന പാവപ്പെട്ട പെണ്ണിനെ കൊടുക്കുന്നതിനോടൊപ്പം ആ പെണ്ണിനോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയും ഭൂസ്വത്തും വേണമെന്ന് വാദിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത് നടന്ന ആത്മഹത്യ എന്തിന്റെ പേരിലായിരുന്നു? ഒരു ഡോക്ടർ MBBS ബിരുദധാരിയാകുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. നാട്ടുകാരും കൂട്ടുകാരും സമൂഹ മാധ്യമങ്ങളും എല്ലാവരും പങ്കുവെച്ചതാകുന്ന ചിത്രം. റോയിസ് എന്ന പേരുള്ളതാകുന്ന ചെറുപ്പക്കാരൻ 50 ലക്ഷം രൂപയും 50 പവനും വലിയൊരു വാഹനം നൽകാമെന്ന് വാഗ്ദാനം പെണ്ണിന്റെ വീട്ടുകാർ കൊടുത്തിട്ട് പോലും പരിപൂർണമായി സംതൃപ്തിപ്പെട്ട് ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അത് പറ്റില്ല. 150 പവൻ വേണം, 15 ഏക്കർ ഭൂമി വേണം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വില കൂടിയതാകുന്ന മുന്തിയ വാഹനമാകുന്ന BMW കാർ ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ച് അവസാനം അനസ്തേഷ്യക്ക് വെക്കുന്ന മരുന്ന് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആത്മഹത്യയിലേക്ക് എടുത്തു ചാടിയതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമത്താകുന്ന സഹോദരിക്ക് ആരാണ് ഉത്തരവാദി? ആരാണ് അവളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയത്? ഇത്തരത്തിൽ സ്ത്രീധനത്തിന് വേണ്ടി പരിപൂർണമായി വാദിക്കുന്നതാകുന്ന ചെറുപ്പക്കാര് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നാശമല്ലേ? വീടുകളിൽ പരിപൂർണമായി ഇസ്ലാമികമാകുന്ന അന്തരീക്ഷങ്ങൾ കഴിഞ്ഞുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നമസ്കരിച്ചുകൊണ്ട് നിലകൊണ്ട പാവപ്പെട്ടതാകുന്ന മുസ്ലിം അംഗമാരെ പുറത്തിറക്കിക്കൊണ്ട് ആഭാസങ്ങൾ കാണിച്ചതാകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ പ്രതിക്കൂട്ടിലാക്കേണ്ട ഈ സമുദായം നമ്മളെല്ലാം തോന്നിവാസം കാണിക്കുക. കല്യാണം വരുമ്പോ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ എത്രയാണ്? കല്യാണത്തിന്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രമാണ് വരനും വധുവും വാങ്ങിച്ചു കൂട്ടുന്നത്. 3-4 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം, ഓറഞ്ച് കല്യാണം എന്നിങ്ങനെ വ്യത്യസ്ത പേരിട്ട് ആഭാസങ്ങളുടെ പേക്കൂത്തുകളായി ബൊഫേ സംസ്കാരത്തിന്റെ പാശ്ചാത്യരുടെ സംസ്കാരം അവന്റെ തീന്മേശയിലേക്ക് കൊണ്ടുവച്ചത് ഇവിടുത്തെ ആലിമീങ്ങളാണോ? സമസ്തയുടെ പണ്ഡിതന്മാരാണോ? നിങ്ങൾ പറയും. ദക്ഷിണയുടെ പണ്ഡിതന്മാരാണോ? നിങ്ങൾ പറയും. ആരാണ് ഈ കൂട്ടത്തിലുള്ള മോശപ്പെട്ടതാകുന്ന പ്രവണതയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയത്? സമൂഹം കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എത്രത്തോളം ലോകം മുഴുവനും ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ പരതുന്നവർക്കറിയാം. ഇവിടെ മുസൽമാനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാനാണ് രാത്രികാലങ്ങളിൽ ഉള്ളതാകുന്ന ചാനലുകൾ നിറഞ്ഞു തുള്ളുന്നത് എന്ന് ഈ സമുദായം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന് പോലും ചോദ്യചിഹ്നമാക്കിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ കമ്പോളവൽക്കരിക്കുന്നതിലേക്ക് പാവപ്പെട്ട മുസ്ലിം സഹോദരിമാർക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്നതാകുന്ന സംഘികളും അത്തരത്തിൽ കടന്നു വരുന്നതാകുന്ന മോശപ്പെട്ട ഫാസിസ്റ്റ് ശക്തികളും ഇവിടെ ചാനൽ വന്നുകൊണ്ട് കുരയ്ക്കുമ്പോ അവർക്ക് ഓശാന പാടുന്ന ഇത്തരത്തിലുള്ള നികൃഷ്ടമാകുന്ന പ്രവണതകൾ ഈ സമുദായത്തിന്റെ മക്കൾ കാണിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിലൊക്കെ ചേർക്കാത്തത്? ആരാണ് ഇവിടെ തുറങ്കലടിക്കാത്തത്? ഇവർക്കെതിരെ മഹല്ലുകൾ, ഇവർക്കെതിരെ ആലിമീങ്ങൾ, ഇവർക്കെതിരെ പ്രഭാഷകർ എല്ലാവരും ഉറഞ്ഞു തുള്ളുമ്പോഴും അവർ ഞങ്ങൾ ഇതൊന്നും മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞ് സ്വന്തം മക്കളുടെ വിവാഹ പന്തലിലേക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വിവാഹ പന്തൽ വീടുമുറ്റം ഉണ്ടാക്കി ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ വലിയതാകുന്ന നിലയ്ക്ക് കെട്ടിച്ചുവിടാൻ വേണ്ടി തയ്യാറാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന മഹല്ലിലെ വലിയ വലിയ ഉന്നതരാകുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഇതിനൊന്നും അറുതി ഉണ്ടാവില്ല. ചെയ്യുന്നത് മുഴുവനും വലിയ ആളുകളാണ്. അവന് സ്വന്തം മക്കളുടേതാകുന്ന കല്യാണ സമൂഹത്തിൽ കാണിച്ചിട്ട് വേണം നാട്ടിൽ ഞാൻ വലിയ പണക്കാരനാണെന്ന് അറിയിക്കാൻ. അങ്ങനെയാണല്ലോ വലിയ പണക്കാരൊക്കെ ഇപ്പൊ അവരുടെ പണച്ചാക്കിന്റെ കൊഴുപ്പ് കാണിക്കുന്നത് എങ്ങനെയാ? സ്വന്തം മക്കളെ ബലിയാടാക്കിയിട്ട് ഏതെങ്കിലും ഒരു മണ്ടൂസിന് എത്തിച്ചു കൊടുക്കുക. ഇന്നിപ്പോ നടക്കുന്ന പണക്കാരുടെ കല്യാണം എങ്ങനെയാണ്? ഒരു ഭാഗത്ത് പറഞ്ഞാൽ കച്ചവടവൽക്കരിക്കുകയാണ്. കച്ചവടം തന്നെയാണ്. കാരണം വരനെ കെട്ടിച്ചു വിടുക്കുന്നത് ഏതെങ്കിലും നാട്ടിലുള്ള ദീനീ ബോധമുള്ളതാകുന്ന പെണ്ണിനല്ല, മറിച്ച് ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും എറണാകുളത്തുമുള്ളതാകുന്ന ഏതെങ്കിലും വലിയ വലിയതാകുന്ന കച്ചവടക്കാരന്റെ മകളെ കൊണ്ട് ബിസിനസ്സുകാരൻ അവന്റെ മകളെ കെട്ടിക്കുന്നത് രണ്ടുപേരും തമ്മിലുള്ള കച്ചവടം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാ. യഥാർത്ഥത്തിൽ കെട്ടിക്കേണ്ടത് മതബോധമുള്ളവരെയല്ലേ, മതനിഷ്ഠയുള്ളവരെയല്ലേ, തഖ്വയുള്ളവരെയല്ലേ? കച്ചവടക്കാരൻ അവന്റെ മകളെ മറ്റൊരു കച്ചവടക്കാരന് കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാ? രണ്ടുപേർക്കുമിടയിൽ കച്ചവട ബന്ധം സുദൃഢമാകുന്നതിനാ. ഇവിടെ നടക്കുന്നത് കച്ചവടം തന്നെയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
വലിയ മുതലാളിയാകുന്ന കച്ചവടക്കാരൻ സ്വന്തം മകളെ കെട്ടിച്ചുവിടുന്നത് മതബോധവും മതനിഷ്ഠയും തഖ്വയുമുള്ളതാകുന്ന ഒരു സാലിഹത്തായ പെണ്ണിനെയല്ല. മകളെ കെട്ടിച്ചുവിടുന്നത് മറ്റൊരു വരനെയല്ല. മറിച്ച് പിന്നെ എങ്ങനെയാ? ദീനൊന്നും നോക്കുന്നില്ല. നല്ല ബിസിനസ്സുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ബിസിനസ്സുകാരൻ എറണാകുളത്ത് നിന്ന് ആലോചനയുമായി വന്നിട്ടുണ്ട്. അപ്പൊ അയാളെ കെട്ടിച്ചു കൊടുക്കുക. ഈ കെട്ടിടത്തിൽ ഈ മകളും മകനും ഉള്ള ഒത്തൊരുമയോടുകൂടി കെട്ടലോടുകൂടി എന്താ ഇവിടെ നടക്കുന്നത്? വാപ്പാക്ക് അവരുടെ വാപ്പയുമായിട്ടുള്ള കച്ചവട ബന്ധം ദൃഢമാകുക. രണ്ടുപേരും ബിസിനസ് കണ്ടിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അവസാനം താറുമാറായത് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമാണ്. കാരണം ഇവളവിടെ കെട്ടിയപ്പോൾ ഒരു മണ്ടൂസിനെയാണ് കെട്ടിയത്. എഴുന്നേക്കാൻ പോലും മേല. കുഴിമന്തിയും കിഴിപൊറോട്ടയും കടപ്പയെ തന്നെ വെച്ച് ഉണ്ടാക്കി വെച്ചു കൊടുക്കണം. അങ്ങനത്തെ സൈസ് ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. ബുദ്ധിയും ബോധമുള്ളൊരു ചിന്തിക്ക്. നമ്മൾ കച്ചവടം സ്ത്രീധനത്തിന്റെ മാത്രം പറയണ്ട, അല്ലാതെ നടക്കുന്ന കല്യാണത്തിന്റെ കച്ചവടം കൂടി ഉറപ്പിക്ക്. കാര്യത്തിൽ തീരുമാനാകട്ടെ, സമൂഹം തിരിച്ചറിയട്ടെ. ആലിമീങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ ശരിയല്ല എങ്കിൽ നിങ്ങൾ പറയും. ഇവിടെ നടക്കുന്ന കല്യാണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കച്ചവടവൽക്കരണമല്ലേ? മക്കളെ വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്? ഈ സമൂഹം അതിന് ഉത്തരവാദിയല്ലേ? എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളാണ് അത്തരത്തിലുള്ള വീടിന്റെ അകത്തലങ്ങളിൽ പോയി കണ്ണീരും കയ്യിലുമായി നിലകൊള്ളുന്നത്. കണ്ണീര് കുടിച്ചു കഴിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ സുഖമാനായി സുഖാസ്വാദനങ്ങളിൽ എന്റെ മകൾ മുഴുകയാണെന്ന് ആരും ചിന്തിക്കണ്ട. അവൾ തകർന്ന് തരിപ്പണമാവുകയാണ്, മാനസികമായി തകരുകയാണ്. പാപ്പ നടത്തിയ ഒരു ബിസിനസിന്റെ കച്ചവടം മറ്റൊരു ബിസിനസ്സുകാരുമായി കച്ചവടത്തിൽ പോവുകയായിരുന്നു. മകൾ ഇരയായി പോയതാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കണം നമ്മുടെ തലമുറകൾ. നിസ്സാരമല്ല. എന്നാൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോ പോയി ഒരു കയറമ്മേൽ തൂങ്ങലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ എടുത്ത് കഴിച്ചിട്ട് സ്വന്തം ശരീരത്തെ കേടുപാട് പറ്റിയിട്ട് മരണത്തിലേക്ക് എടുത്തു ചാടലോ ആത്മഹത്യയിലേക്ക് പോകലോ, ഒരു കത്തിയെടുത്തിട്ട് കയ്യിൽ നരമ്പ് മുറിച്ചു A+ കിട്ടാത്തതിന്റെ പേരിൽ പ്ലസ്ടുവിന്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പൂർണ്ണമായി മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ കയ്യിലെ നരമ്പ് മുറിച്ചിട്ട് മരിക്കലോ പരിശുദ്ധമായി ഇസ്ലാമിൽപ്പെട്ടതല്ല. ആത്മഹത്യ ഇസ്ലാമിൽപ്പെട്ടതേ അല്ല. കാലാകാലം നരകമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് പറഞ്ഞത്. നമ്മൾ ക്ഷമിക്കണം. നമ്മൾ മുസ്ലിമല്ലേ, മോമിനല്ലേ? മരണത്തെക്കുറിച്ച് ഭയമില്ലേ? ഖബറിനെ കുറിച്ച് ഓർമ്മയില്ലേ? മഹ്ശറയുടെ ഹിസാബ് നിനക്ക് ഓർമ്മയില്ലേ? ദുനിയാവാണിത്, ഇത് നശ്വരമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ തീരും. കുറഞ്ഞ കാല ജീവിതം. ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ ക്ഷമ അവലംബിച്ച് നിൽക്കുന്നതിന് പകരം എടുത്തു ചാടിയിട്ട് ഇത്ര ധൃതിക്കുള്ളതാകുന്ന പ്രവണത അത് പിശാചിന്റെ പ്രവണതയിൽപ്പെട്ടതാണ്.